ഗണേഷ് കുമാർ ഈ പറയുന്ന ഈ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ LDFന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിന് മുൻപ് ഉള്ളൊരു ഗണേഷ് കുമാറിനെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. കാരണം ഗാർഹിക പീഡനത്തിനായിരുന്നു അന്ന് ഗണേഷ് കുമാറിനെ പോലീസ് പിടിച്ചിറക്കി കൊണ്ടുപോയത്. അന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് പോയി മൊഴി കൊടുത്തത്. അവരെ അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നത് അന്ന് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നു. അന്ന് ബാലകൃഷ്ണപിള്ള ജീവിച്ചിരിപ്പം ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു വർത്താനം പറയത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു വിഷയത്തിന് ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു വിഷയത്തില് അങ്ങനെയാണ് ഇയാളുടെ ഈ പറയുന്ന കുടുംബജീവിതത്തിന്റെ തകർച്ചയിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ സമയത്ത് ഗണേഷ് കുമാർ കോൺഗ്രസിന്റെ ഭാഗം തന്നെയായിരുന്നു. അപ്പോ അന്ന് ഈ പറയുന്ന രീതിയിൽ മധ്യസ്ഥതയ്ക്ക് ഉമ്മൻചാണ്ടി ചെന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ കുടുംബ പ്രശ്നം ഉണ്ടാക്കിയത് ഇവരാണെന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. കുടുംബ പ്രശ്നത്തിന് കാരണം ഗണേഷിന്റെ കയ്യിലിരിപ്പ് തന്നെയായിരുന്നു.